ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മോമോസും ചട്നിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് മോമോസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ, മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, വലിയുള്ളി, മൈദ, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ, കുറച്ച് വിനെഗറും സോയ സോസുമാണ് ആവശ്യം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള മൈദയും ഉപ്പും കുറച്ച് വിനെഗറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ഡോ ആക്കിയിട്ട് എടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു തുണി വെച്ചിട്ട് 15 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ടൊരു ബൗളിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും സോയ സോസും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ അത് ഒരേ സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത ഓരോ കഷ്ണങ്ങളും നമുക്ക് ഷീറ്റായിട്ട് പരത്തിയെടുക്കാം. ഞാനിവിടെ എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫില്ലിങ് വെച്ചിട്ട് അത് കവർ ചെയ്യാം. രണ്ട് ഷേപ്പിലുള്ള മോമോസാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ചെയ്താൽ മതി. ഇപ്പം നമ്മളെ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഞാൻ 2 രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീമും ചെയ്തിട്ടുണ്ട്, പിന്നെ ഓയിലിൽ ഫ്രൈയും ചെയ്തിട്ടുണ്ട്. സ്റ്റീം ചെയ്യുമ്പോൾ അതൊരു 15 മിനിറ്റ്സ് സ്റ്റീം ചെയ്യണം. ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മോമോസ് രണ്ടും റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മോമോസിന് വേണ്ട ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഉണക്കമുളക്, കാശ്മീരി റെഡ് ചില്ലി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, വലിയുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തക്കാളി, പിന്നെ വലിയുള്ളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കവർ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയുടെ തൊലി കളയാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ മോമോസും ചട്നിയുമാണ് ഞാൻ ഇന്നിവിടെ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.